ഹായ് എവരിവൺ, എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂർ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മൾ ജെനറ്റിക്സ്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് എവല്യൂഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിലത്തെ നമ്മൾ തിയറി പോർഷൻ കംപ്ലീറ്റ് ആയി. അപ്പം ഇനി നമുക്ക് ഒന്ന് നോക്കാനുള്ളത് നമുക്ക് NCERT എക്സസൈസസ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, mention the advantages of selecting pea plant for experiment by Mendel. അപ്പം മെൻഡൽ എന്താ, നമ്മുടെ പിസം സെറ്റൈവം ആയ പീ പ്ലാന്റ് ആണ് യൂസ് ചെയ്തിരുന്നത് ഗാർഡൻ പീ എക്സ്പെരിമെന്റ്സിന്. കാരണം എന്താ, അത് ആക്ച്വലി ഒരു ആനുവൽ പ്ലാന്റ്. ആനുവൽ പ്ലാന്റ് എന്ന് പറയുന്നത് അത് എല്ലാ വർഷവും ഉണ്ടാവും. അതായത് ഇങ്ങനെ സീസണൽ അല്ല. അപ്പൊ ഷോർട്ട് ലൈഫ് സ്പാനും ആയിരുന്നു. അപ്പൊ ഷോർട്ട് ലൈഫ് സ്പാൻ ആയതുകൊണ്ട് അത് വേഗം മരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ഗ്രോത്തിന് എത്താൻ വേണ്ടി നമുക്ക് അത് വെയിറ്റ് ചെയ്യാൻ ആവശ്യമില്ല. പിന്നെ ഇത് വേഗം ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ ഫെർട്ടൈൽ ആണ് ഇതിന്റെ F1 ഹൈബ്രിഡ്സ്. പിന്നെ നമുക്ക് 7 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ ഇത് ട്രൂ ബ്രീഡിങ് സെൽഫ് പോളിനേഷനും ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് റീസൺ എന്താ, ആനുവൽ പ്ലാന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, സെക്കൻഡ് റീസൺ എന്താ, ഇത് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. അതായത് ഇതിന് എന്താ പറയാ, അധികം കെയർ ഒന്നും ആവശ്യം. നാലാമത്തെ ഇതിന് 7 pair ഓഫ് കൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡോമിനൻസ് ആൻഡ് റെസസീവ്. അപ്പൊ ഡോമിനന്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ, ആ ഫാക്ടറിന് എന്താ വേറൊരു റെസസീവ് ഫാക്ടറിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസിൽ അതിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ റെസസീവ് ആണെങ്കിലോ അത് ആക്ച്വലി ഡോമിനന്റ് ഫാക്ടർ ഇല്ലെങ്കിൽ മാത്രമാണ് അതിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോമിനൻസിന് കംപ്ലീറ്റ് ഫങ്ഷണൽ എൻസൈമാണ് ഉണ്ടാക്കുക അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ റെസസീവോ അതൊരു ഇൻകംപ്ലീറ്റ് ഡിഫക്റ്റീവ് എൻസൈമാണ്. അത് ആക്ച്വലി എക്സ്പ്രസ് ചെയ്യാൻ ഫെയിൽ ചെയ്യും വെൻ പ്രസന്റ് വിത്ത് ഇറ്റ്സ് ഡോമിനന്റ് allele. ഡോമിനൻസ് ആൻഡ് റെസസീവ്. ഇതിന്റെ ഫസ്റ്റ് ഡിഫറൻസ് എന്താ, ഒരു ഫാക്ടർ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ഇനി സെക്കൻഡ് ഡിഫറൻസ് എന്താ, അത് ആക്ച്വലി ഇതിനൊരു കംപ്ലീറ്റ് ഫങ്ഷണൽ എൻസൈം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഡോമിനന്റും റെസസീവ് ജീൻസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ഡിഫറൻസ് എന്താ, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഹോമോസൈഗസ് ഇൻഡിവിജ്വൽസ് എന്താ, അവർക്ക് സിമിലർ അല്ലീൽസ് ആവും ഒരു ട്രേറ്റിന് വേണ്ടി. അത് ആക്ച്വലി വേണമെങ്കിൽ ഡോമിനന്റും ആവാം അല്ലെങ്കിൽ റെസസീവ് ആവാം. പക്ഷെ ഈ ഇന്റർമീഡിയറ്റ് ടൈപ്പ് ആവാൻ പറ്റില്ല. പിന്നെ ഒരു ട്രൂ ബ്രീഡിംഗ് ആണ്, ഒരു സ്പെസിഫിക് ട്രേറ്റിന് വേണ്ടി ഒരു ട്രൂ ബ്രീഡിംഗ് ആയിരിക്കും. പിന്നെ അതിൽ ഒരു ടൈപ്പ് ഓഫ് ഗാമീറ്റേ ഫോം ചെയ്യാവുള്ളൂ, രണ്ടും ഫോം ചെയ്യാൻ പറ്റില്ല ഹോമോസൈഗസിന്. മനസ്സിലായല്ലോ. ഇനി ഹെട്രോസൈഗസിൽ എന്താ, ഇവർക്ക് ഡിസിമിലർ അല്ലീൽസ് ആണ് ഒരു ട്രേറ്റിനുള്ളത്. അപ്പൊ ഡോമിനന്റ് ഫോമും കാണും റെസസീവ് ഫോമും കാണും. പക്ഷെ അവർ ട്രൂ ബ്രീഡിംഗ് ആണോ അല്ല, അത് ക്രോസ് ബ്രീഡിംഗ് കണ്ടല്ല ഉണ്ടായേക്കണം. അത് കാരണം ഇവർക്ക് 2 ടൈപ്പ് ഗാമീറ്റും കാണും. ഒരു ടോൾനെസ്, പീ പ്ലാന്റിന് ടോൾനെസ് വേണ്ടി ക്യാപിറ്റൽ T ഉണ്ട്, സ്മോൾ T ഉണ്ട്. 2 ഗാമീറ്റ്സും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോമോസൈഗസ്, ഹെട്രോസൈഗസ്. ഹോമോസൈഗസിൽ എന്താ, അവർക്ക് സിമിലർ അല്ലീൽസ് ഉണ്ട് ഫോർ എ ട്രേറ്റ്. ഓക്കെ, ഇവര് ആകെ ഒരു ടൈപ്പ് ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലോ 2 ടൈപ്പ് ഗാമീറ്റ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ഹെട്രോസൈഗസ് ഫോർ 4 loci. അപ്പൊ എത്ര ടൈപ്പ് ഓഫ് ഗാമീറ്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്? ഓക്കെ, അപ്പൊ ഡിപ്ലോയിഡ് ആണ്. അപ്പൊ ഡിപ്ലോയിഡ് ആണെങ്കിൽ അവർക്ക് ഹെട്രോസൈഗസ് ആണ് 4 loci എന്ന് പറയുന്നത് എന്താ, അവർക്ക് 2⁴ അത് 4 ടൈപ്പ്. അപ്പൊ 2⁴ ടൈപ്പ് ഓഫ് ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് 16 ടൈപ്പ് ഓഫ് ഗാമീറ്റ്സ് ഡിപ്ലോയിഡ് ഓർഗാനിസം. അവർക്ക് ഇപ്പൊ 2n എന്ന ഫോർമാറ്റിൽ അവർക്ക് എന്തുണ്ടാവുക, ക്രോമോസോംസ്. എത്ര 16 ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ജീൻസ് ലിങ്ക്ഡ് ആയിരിക്കില്ല. ലിങ്ക്ഡ് ആണെങ്കിൽ 2 പോസിബിലിറ്റീസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡോമിനൻസ് യൂസിങ് എ മോണോഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് കാണിച്ചു തന്നതാണ് മോണോഹൈബ്രിഡ് ക്രോസ് എങ്ങനെ ചെയ്യുന്നേക്കണം. അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് മറ്റേ പീ പ്ലാന്റിന്റെ ഒരു ടോൾ വെറൈറ്റിയും ഒരു ഡോർഫ് വെറൈറ്റി കൊടുത്തു.
എന്നിട്ട് ഇവര് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇത് മെയില് ഇത് ഫീമെയിൽ ആണെന്ന് വിചാരിക്കാം. ഗ്യാമീറ്റ് എത്ര വരും? ഇത് വരും ഗ്യാമീറ്റ്സ്. ഇനി അപ്പൊ F1 ജനറേഷനിൽ എന്ത് കാണും? ഇതാണ് ടോൾ പ്ലാന്റ്. ഓക്കെ, ഇനി നമ്മള് അത് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് എന്താ, രണ്ട് ഡിഫറെന്റ് ഫാക്ടേഴ്സ്, ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ഫോംസ് ക്യാരക്ടർ ഒരു എന്താ പറയാ ഇതിൽ പ്രസന്റ് ആണെങ്കിൽ, ഒരു എന്താ പറയാ ഒരു ഇതില് പ്രസന്റ് ആണെങ്കിൽ അതായത് ഇപ്പൊ F1 നോക്ക്, രണ്ട് കോൺട്രാസ്റ്റിംഗ് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും. പക്ഷെ ഇതിലെന്താ, ഇതിൽ പക്ഷെ എക്സ്പ്രസ് ആയത് എന്താ, ടോൾനെസ് അല്ല, ഒരു ഇന്റർമീഡിയറ്റ് ഹൈറ്റ് അല്ലല്ലോ, അതോ റെസസീവ് ഫോമും എക്സ്പ്രസ് ആയില്ല. അതായത് ഡോമിനന്റ് ആയ ടോൾനെസ് ആണ് എക്സ്പ്രസ് ആയ, അതിനെയാണ് നമ്മൾ പറയുന്നത് ലോ ഓഫ് ഡോമിനൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫൈൻ ആൻഡ് ഡിസൈൻ എ ടെസ്റ്റ് ക്രോസ്. ഓക്കെ, ടെസ്റ്റ് ക്രോസ് എന്താ? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിന് അതിന്റെ ഹോമോസൈഗസ് റെസസീവ് പാരന്റായി ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെസ്റ്റ് ക്രോസ്. അപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മൾ F1 നേരത്തെ ചെയ്ത F1 ഇൻറ്റു റെസസീവ് പ്ലാന്റ് ആണ് നമ്മൾ എന്താ റെസസീവ് പാരന്റ് ക്രോസ് ചെയ്യുക, അതായത് TT ഇൻറ്റു ഡ്വാർഫ് റെസസീവ്. അപ്പൊ നമുക്ക് ഇതിൽ ഗ്യാമീറ്റ്സ് എന്തൊക്കെയാ, ടിയും ഇതിൽ ഗ്യാമീറ്റ്സ് ഇതും. അപ്പൊ നമുക്ക് ഓഫ് സ്പ്രിങ്സ് എന്ത് വരും, F2 നമുക്ക് T വരും, പിന്നെ T. ഓക്കെ, ഇതാണ് ടെസ്റ്റ് ക്രോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Using a Punnett square, work out the distribution of phenotypic features in the first filial generation after a cross between homozygous female and heterozygous male for a single locus. ഓക്കെ, ഇത് ഈസി. അത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കണം. അപ്പോൾ നമ്മൾ ഫീമെയിൽ എന്താ, ഹോമോസൈഗസ് ഫീമെയിൽ ഇൻറ്റു ഹെട്രോസൈഗസ് മെയിൽ. ഓക്കെ, ഇതാണ് ഞാൻ അടുത്ത ചോയ്സ്. ഇനി ഇത് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻറ്റു. ഓക്കെ, ഇത് ക്രോസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ടി. ഇതാണ് എൻ്റെ ഓഫ് സ്പ്രിങ്സ്. അപ്പൊ എല്ലാം എന്താ, ടോളാണ് ഫീനോട്ടിപ്പിക്കൽ. ഓക്കെ, ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ ചെയ്യാം. When a cross is made between tall plant with yellow seeds, proportion of phenotype in the offspring we would expect to be tall and green and dwarf and green. അപ്പൊ ഇത് എഴുതി നോക്കിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പോൾ നമ്മൾ ടോൾ യെല്ലോ പിന്നെ ടോൾ ഗ്രീനും ആണ് നമ്മൾ എടുത്തേക്കണം. ഇനി ഗ്യാമീറ്റ്സ് എന്തായിരിക്കും, TY പിന്നെ സ്മോൾ y. ഓക്കെ, ഇനി നമ്മൾ ക്രോസ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് കിട്ടുക TTYY ഇതിലോ TT സ്മോൾ y. ഓക്കെ, ഇതില് ഏതൊക്കെയാണ് ടോൾ ഗ്രീൻ, ഇത് ടോൾ യെല്ലോ, ഇത് ടോൾ ഗ്രീൻ അല്ലേ, ഇതും ടോൾ ഗ്രീൻ, ഇത് ടോൾ യെല്ലോ, ഇത് ഡ്വാർഫ് യെല്ലോ, ഇത് ടോൾ ഗ്രീൻ, ഇത് ഡ്വാർഫ് ഗ്രീൻ. അപ്പൊ ടോൾ ആൻഡ് ഗ്രീൻ എത്രയുണ്ട്, 3, 8 ഡ്വാർഫ് ആൻഡ് ഗ്രീനോ 1 അല്ലെ, 1/8. ഇതാണ് അവർ ചോദിച്ച ഈസി ക്വസ്റ്റ്യൻ ആയ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷെ അതെന്താ എളുപ്പമാണോ, ഇതിൽ ആക്ച്വലി ഇങ്ങനെ പ്രോബ്ലംസ് ആണ് മെയിൻലി ചോദിക്കുക. ഇനി 8th ക്വസ്റ്റ്യൻ. 2 heterozygous parents are crossed. അപ്പോൾ if the 2 loci are linked, what would be the distribution of phenotypic features in F1 generation for a dihybrid cross? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ 2 ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാം. സപ്പോസ് ഒരു ബ്ലൂ കളേർഡ് ലോങ് സീഡ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യണം. ഓക്കെ, പക്ഷെ ബോത്ത് ക്യാരക്ടേഴ്സ് എന്താ ലിങ്ക്ഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. നമ്മൾ ക്രോസ് ചെയ്യാണ്, ലിങ്ക്ഡ് ജീൻസ് ഇൻറ്റു ഹെട്രോസൈഗസ് ഫോം ആണ്.
അത് നമുക്ക് എന്ത് കിട്ടും? ഇത് BL BL. പക്ഷെ ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. ഇപ്പൊ ലിങ്ക്ഡ് ആണെങ്കിൽ F1 നമുക്ക് എന്ത് കിട്ടും? PBLL. ഓക്കെ, F1 കിട്ടും. അപ്പൊ ഫീനോടൈപ്പ് എന്താ? ബ്ലൂ ലോങ്ങും 3 ബ്ലൂ ലോങ്ങും പിന്നെ ഒരു സ്മോൾ വൈറ്റ്. അപ്പൊ എല്ലാം പാരന്റൽ കോമ്പിനേഷൻ. അതിലെന്താ? ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ബ്രീഫ്ലി മെൻഷൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് TH മോർഗൻ ഇൻ ജെനറ്റിക്സ്. അപ്പൊ നമുക്കറിയാം TH മോർഗൻസ് എന്താ? ഹീസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ് ആ. അപ്പൊ ആള് വർക്ക് ചെയ്ത തിയറി എന്താ? ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, സെക്സ് ലിങ്കേജ് മാപ്സ്, മ്യൂട്ടേഷൻ, ഇതെല്ലാം എന്താ പറയാ ആള് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇയാള് വേറൊരു പേര് കൂടി വിളിക്കും, ഫ്ലൈമാൻ ഓഫ് ജെനറ്റിക്സ്. ഫ്ലൈമാൻ ഓഫ് ജെനറ്റിക്സ് എന്ന് വിളിക്കാൻ കാരണം എന്താ? അയാൾ എന്താ പറയാ എക്സ്പെരിമെന്റ് യൂസ് ചെയ്ത മെറ്റീരിയൽ ആക്ച്വലി ഫ്രൂട്ട് ഫ്ലൈ ആയ ഡ്രോസോഫില മെലാനോഗാസ്റ്റ ആസ് റിസർച്ച്. അപ്പൊ ഇതിനെയാണ് എന്താ തിയറി ഓഫ് ജീൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു തിയറി ഓഫ് ജീൻ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരുന്നു, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മോർഗൻ ആൻഡ് കാസിൽ ഒരു ക്രോമസോമൽ തിയറി ഓഫ് ലിങ്കേജ് എഴുതിയിരുന്നു. പിന്നെ മോർഗനും പിന്നെ സ്റ്റുവർട്ട്മെന്റ് എന്താ ഈ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവറും പഠിച്ചിരുന്നു ബിറ്റ്വീൻ ദ 2 ലിങ്ക്ഡ് ജീൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് മോർഗന്റെ കോൺട്രിബ്യൂഷൻ. വേണമെങ്കിൽ ഞാൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇപ്പൊ തോമസ് ഹണ്ട് മോർഗൻ ആണ്. അത് കൺസിഡേർഡ് ആസ് എന്താ? ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജെനറ്റിക്സ്. ബാക്കി നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. വാട്ട് ഈസ് പെഡിഗ്രി അനാലിസിസ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സജസ്റ്റ് ഹൗ സച്ച് ആൻ അനാലിസിസ് ക്യാൻ ബി യൂസ്ഫുൾ. ഇപ്പൊ പെഡിഗ്രി അനാലിസിസ് എന്താ? നമ്മുടെ പെഡിഗ്രി സ്റ്റഡി ചെയ്യുക. എന്തിന്? ഒരു പെർട്ടിക്കുലർ ട്രേറ്റിനെ ക്യാരക്ടറിന്റെ ട്രാൻസ്മിഷന് കണ്ടുപിടിക്കാൻ. എന്നിട്ട് നമ്മളുടെ ഓഫ് സ്പ്രിങ്, അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലില് ആ ട്രേറ്റ് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ, ഇനി പ്രസന്റ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ, ഹോമോസൈഗസ് സ്റ്റേറ്റിലാണോ ഹെട്രോസൈഗസ് സ്റ്റേറ്റിലാണോ പ്രസന്റ്, അതിനെ സഹായിക്കും. പിന്നെ ഇതിന്റെ വേറെ എന്താ? ഇത് അനലൈസ് ചെയ്യും ഒരു ക്യാരക്ടറിന്റെ ട്രാൻസ്മിഷൻ ഇൻ എ ഫാമിലി പല പല ജനറേഷൻസ് ആയിട്ട്. പിന്നെന്താ? ഈ ചില ഹീമോഫീലിയ പോലത്തെ ജനറ്റിക് ഡിസീസസിന്റെ കൗൺസിലിങ്ങിന് സഹായിക്കും. പിന്നെ നമുക്ക് ഇതും കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ജനറ്റിക് ഡിസീസ് റെസസീവ് ജീൻ കൊണ്ടാണോ ഡോമിനന്റ് ജീൻ കൊണ്ടാണോ ഉണ്ടാവുന്നത്. പിന്നെ ടു ഐഡന്റിഫൈ ദ പോസിബിൾ ഒറിജിൻ ഓഫ് ദ ഡിഫക്റ്റീവ് ജീൻ ഇൻ ദ ഫാമിലി അല്ലെങ്കിൽ ഓർ ഇൻ എ പോപ്പുലേഷൻ. ഓക്കെ, അപ്പൊ അത് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 10. സ്റ്റഡി ഓഫ് പെഡിഗ്രി ആണ് ഫോർ ട്രാൻസ്മിഷൻ. ഇത് ഹെൽപ്പ് ചെയ്യണം എന്തിനാ? അനലൈസ് ചെയ്യാൻ ഓരോ ക്യാരക്ടറിന്റെ ട്രാൻസ്മിഷൻ. ഓക്കെ, അതാണ് എന്ത്? പെഡിഗ്രി അനാലിസിസിന്റെ യൂസസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഹൗ ഇസ് സെക്സ് ഡിറ്റർമിൻഡ് ഇൻ ഹ്യൂമൻ ബീങ്സ്? അപ്പൊ ഞാൻ പറഞ്ഞു സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി എന്താ? നമ്മളുടെ Y ക്രോമസോമിൽ ഒരു SRY ജീൻ ഉണ്ട്. അവരൊരു സ്പെസിഫിക് പ്രോട്ടീൻ എന്താ സിന്തസൈസ് ചെയ്യും. ആ സ്പെസിഫിക് പ്രോട്ടീൻ ആണ് എന്തിനു സഹായിക്കുക? നമ്മളുടെ ഈ മെയിൽ ജെനൈറ്റൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് Y ക്രോമസോം സെക്സ് ഇസ് ഡിറ്റർമിൻഡ് ഇൻ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഞാൻ പറഞ്ഞത് Y ക്രോമസോമിൽ എന്താ? ഒരു SRY ജീൻ ഉണ്ട്. അതാണ് എന്ത്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. അത് നമ്മളുടെ മെയിൽ ജെനൈറ്റൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കും. അപ്പൊ ഇത് വെച്ചാണ് നമ്മളിങ്ങനെ മെയിൽസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. A child has a blood group O. If the father has blood group A and mother blood group B, work out the genotypes of the parents and the possible genotypes of other possible offsprings. Okay. ഇപ്പൊ ചൈൽഡിന് O ആണ്, ഫാദറിന് Aയും മദറിന് Bയും. അങ്ങനെ ആവണമെങ്കിൽ ഹെട്രോസൈഗസ് ഫോമിലായിരിക്കണം പാരന്റ്സ്. ഉറപ്പല്ലേ? എന്നാലല്ലേ ഈ ചൈൽഡിന് O കിട്ടാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ ഫീമെയിൽ B ആന്ന് പറഞ്ഞു, അത് ഈ ഫോം. മെയില് ഇത്. ഓക്കെ, ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത്? IB ഗാമീറ്റ്സ് ആണ്. പിന്നെ ഇത് IA I അല്ലേ?
ഇനി ഇത് നമുക്ക് F1 ജനറേഷൻ എന്ത് കിട്ടും? ക്രോസ് ചെയ്ത് IA, IB, IO, IA, IO. അപ്പൊ ഇതെന്താ? ഇത് AB ബ്ലഡ് ഗ്രൂപ്പ്, ഇത് B ബ്ലഡ് ഗ്രൂപ്പ്, ഇത് A ബ്ലഡ് ഗ്രൂപ്പ്, ഇത് O ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ ഇതാണ് എന്താ പറയാ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് അതർ പോസിബിൾ ഓഫ് സ്പ്രിങ്സ് അല്ലെ. എന്നാലും ഈ O വരണമെങ്കിൽ ഇത് I വേണം ഇവിടെ അല്ലെ. അത് കാരണമാണ് നമുക്ക് എന്ത് O ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിയത്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് വിത്ത് എക്സാമ്പിൾസ്. ഒന്ന് കൊഡോമിനൻസ്, രണ്ടാമത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് ജീൻ ഇന്ററാക്ഷന്റെ ഇൻട്രാജീനിക് ഇന്ററാക്ഷൻ. കൊഡോമിനൻസ് എന്ന് പറയുന്നത് എന്താ? ഇത് ആക്ച്വലി രണ്ട് കോൺട്രാസ്റ്റിംഗ് അല്ലീൽസ് എന്താ പറയാ ഉണ്ട് സെയിം ജീനിന്. പക്ഷെ അവർക്ക് എന്താ ഈ ഡോമിനന്റ് റെസസീവ് റേഷ്യോ ലാക്ക് ചെയ്യണ കാരണം അവരായിട്ട് തന്നെ സൈമിൾട്ടേനിയസ്ലി എക്സ്പ്രസ് ആവും. അതിന്റെ എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ RH ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. അതിൽ AB ഉണ്ട്, Aയും Bയും കൂടി ചേരുമ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവണം. അത് പുതിയൊരു എൻറ്റൈറ്റി ആണ്. ഇനി രണ്ടാമത്തെ എന്താ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താ? അത് ആക്ച്വലി പാർഷ്യൽ എക്സ്പ്രഷൻ ആണ്. രണ്ട് എല്ലീൽസിന്റെ ഹെറ്ററോസൈഗസ് ഫോമില് പാർഷ്യൽ എക്സ്പ്രഷൻ. അത് കാരണം ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫോം എന്താ? അത് ഫോം ചെയ്യും. എക്സാമ്പിൾ മറ്റേ ഡോഗ് ഫ്ലവർ അല്ലെങ്കിൽ സ്നാപ്പ് ഡ്രാഗണില് അതായത് എന്താ റെഡും വൈറ്റും പ്യുവർ ഫോം ആണ്. അതിനി ക്രോസ് ബ്രീഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന F1 ജനറേഷനിൽ പിങ്ക് ഫ്ലവർ ആണ്. അതെന്താ? ഇറ്റ് ഇസ് ഡ്യൂ ടു മിക്സിംഗ് ഓഫ് റെഡ് ആൻഡ് വൈറ്റ് കളേഴ്സ്. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. മിറാബിലിസ് ഇല്ലാത്തതിൽ നമ്മൾ വൈറ്റ് റെസസീവ് ആണ്, റെഡ് ഡോമിനന്റ് ക്രോസ് ചെയ്താൽ നമുക്ക് F1 പിങ്ക് കിട്ടും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വഴിയാണ്. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് പോയിന്റ് മ്യൂട്ടേഷൻ? ഗിവ് വൺ എക്സാമ്പിൾ. ഓക്കെ പോയിന്റ് മ്യൂട്ടേഷൻ എന്താ? അത് ആക്ച്വലി ഒരു സിംഗിൾ ബേസ് പെയർ ഓഫ് DNA ഒരു ചേഞ്ച് ഉണ്ടാവുക. ഒരു സിംഗിൾ ബേസ് പെയർ അതിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് സിക്കിൾ സെല്ലും ഹീമോഫീലിയും. ഓക്കെ അപ്പൊ അതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഇനി അടുത്തത് എന്താ? ഹു ഹാഡ് പ്രൊപ്പോസ്ഡ് ദ ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്? ഇപ്പൊ ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആക്ച്വലി പറഞ്ഞത് ആരാ? സട്ടൻ ആൻഡ് ബൊവേരി ഇൻഡിപെൻഡന്റ്ലി ആണ്. സട്ടനും ബൊവേരി ഇൻഡിപെൻഡന്റ്ലി ആയിട്ട് പ്രൊപ്പോസ് ചെയ്തു. ഇവർ കണ്ടുപിടിച്ചത് എന്താ? ഈ മെന്റേലിയൻ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ആയി ജീൻസിന്റെ ട്രാൻസ്മിഷനിലും പിന്നെ ക്രോമോസോമിന്റെ ബിഹേവിയറിലും എന്താ ഇതുണ്ട്, ക്ലോസ് സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ ആക്ച്വലി ഇവർ പറയുന്നത് ക്രോമോസോം ആണ് ഈ നമ്മളുടെ ഈ മെന്റേലിയൻ ഫാക്ടേഴ്സ് ആയ ജീൻസിന്റെ കാരിയേഴ്സ്. അപ്പൊ ഈ ക്രോമോസോം ആണ് നമുക്ക് നമ്മളുടെ ജീൻ ക്യാരി ചെയ്ത് അത് ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്ത് നമ്മൾ മ്യൂസിസ് വഴി ഫെർട്ടിലൈസ് ആയി സൈഗോട്ട് ഉണ്ടാവണം. ഇതാണ് ക്രോമോസോമൽ തിയറി ഓഫ് എന്ത്. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മെൻഷൻ എനി 2 ഓട്ടോസോമൽ ജനറ്റിക് ഡിസോർഡേഴ്സ് വിത്ത് ദെയർ സിംറ്റംസ്. ഇപ്പൊ 2 ഓട്ടോസോമൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഏതാ? ഒരെണ്ണം സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയിൽ β2 ഹീമോഗ്ലോബിന്റെ 6th പൊസിഷനിൽ എന്താ ഗ്ലൂട്ടമിക് ആസിഡ് വെലൈൻ ആവും. അങ്ങനെയാണ് നമ്മളുടെ എന്താ ഈ RBCയുടെ ഈ ഓക്സിജൻ ലെവൽ കുറവുള്ള സമയത്ത് എന്തുണ്ടാവും? അവർ സിക്ലിംഗ് കാണിക്കും. അത് എന്നിട്ട് ഈ നമ്മളുടെ ബോഡിയിലുള്ള ജോയിന്റ്സിലെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ജോയിന്റ് പെയിൻ ഉണ്ടാവും, അബ്ഡോമൻ പെയിൻ ഉണ്ടാവും, ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക്, ചെസ്റ്റിലാണെങ്കിൽ ചെസ്റ്റ് പെയിൻ, അതെല്ലാം ഉണ്ടാവും. ഇനി രണ്ടാമത്തെ എക്സാമ്പിളാണ് ഫിനൈൽ കീറ്റോണൂറിയ. ഫിനൈൽ കീറ്റോണൂറിയയിൽ എന്താ മെയിൻലി മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവുന്നത്. കാരണം എന്താ? ഈ ഫിനൈൽ ലാനിൻ നമ്മളുടെ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്യും. അതിന് കാരണം ഫിനൈൽ ഹൈഡ്രാലിസിനേസ് എന്ന എൻസൈം എന്താ വർക്ക് ചെയ്യുന്നില്ല. അത് കാരണമാണ് ഇതുണ്ടാവുന്നത്. പിന്നെ ഹൈപ്പോ പിഗ്മെന്റേഷൻ ഓഫ് സ്കിന്നും ഹെയറും കാണും, പിന്നെ എക്സീമിയും കാണും. അപ്പൊ ഇതാണ് എന്ത് ആക്ച്വലി 2 ഓട്ടോസോമൽ ജനറ്റിക് ഡിസോർഡേഴ്സ് വിത്ത് ദെയർ സിംറ്റംസ്. ഓക്കെ എന്റെ സിസ്റ്റം ഒന്ന് ഹാങ് ആയതാണ്, അത് കാരണം ഞാൻ ഇപ്പൊ എഴുതാൻ പറ്റാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ 2 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 14 വാട്ട് ഇസ് പോയിന്റ് മ്യൂട്ടേഷൻ? അത് തൊട്ടാണ് നമുക്ക് എഴുതാറുള്ളൂ. അപ്പൊ മ്യൂട്ടേഷൻസ് arising due to change in single base pair
ഓഫ് DNA ആണ് എന്ത് പോയിന്റ് മ്യൂട്ടേഷൻ. ഇതിന്റെ എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ, പിന്നെ ഹീമോഫീലിയ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ക്രോമോസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 എന്തായിരുന്നു? മെൻഷൻ എനി 2 ഓട്ടോസോമൽ ജനറ്റിക് ഡിസോർഡേഴ്സ് വിത്ത് ദെയർ സിംറ്റംസ്. അപ്പോൾ ഫസ്റ്റ് വൺ സിക്കിൾ സെൽ അനീമിയ, പിന്നെ ഫിനൈൽ കീറ്റോന്യൂറിയ. അങ്ങനെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, കുറേ ഉണ്ടല്ലോ. ഹീമോഫീലിയ ഉണ്ട്, ഹീമോഫീലിയ സോറി സെക്സ് ലിങ്ക് അല്ലേ. നമുക്ക് തലാസീമിയ ഉണ്ട്, മയോട്ടോണിക് ഡിസ്ട്രോഫി ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളുടെ ഈ ചാപ്റ്റർ അങ്ങനെ തീർന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു. അപ്പൊ ഇത് ഒത്തിരി ഭയങ്കര വാസ്റ്റ് ചാപ്റ്റർ ആണ്, കുറേ ഉണ്ട് ഇതിൽ. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓക്കെ, അപ്പൊ നമ്മള് ഹായ് എവരിവൺ. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷന്റെ നമ്മൾ NCERT എക്സസൈസസും പറഞ്ഞു. നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നീറ്റിന് വേണ്ടിയിട്ടുള്ള പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ മെന്റൽസ് 3 തിയറി ഉണ്ട്. തിയറി ഓഫ് ഡോമിനൻസ്, തിയറി ഓഫ് എന്താ പറയാ ലോ ഓഫ് സെഗ്രിഗേഷൻ, പിന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ സെക്സ് ഡിറ്റർമിനേഷന്റെ ഒരു ഇത് പറഞ്ഞു, പിന്നെ മ്യൂട്ടേഷൻ പറഞ്ഞു. അപ്പൊ നമുക്കിതിൽ കുറച്ച് മ്യൂട്ടേഷന്റെ ടൈപ്സ് ആണ് നമുക്കിതിൽ നോക്കാനുള്ളത്. ഓക്കെ, മ്യൂട്ടേഷന്റെ ടൈപ്സിൽ എന്താ, നമുക്ക് പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ട്. അപ്പൊ പോയിന്റ് മ്യൂട്ടേഷൻ ഞാൻ പറഞ്ഞു. പോയിന്റ് മ്യൂട്ടേഷനിൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് പോയിന്റ് മ്യൂട്ടേഷൻ എന്താ, ആക്ച്വലി ഒരു ചേഞ്ച് ഇൻ 1 അല്ലെങ്കിൽ ഫ്യൂ ബേസ് പെയർസ് ഇൻ എ ജീൻ ആണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഓക്കെ, അതിൽ 2 ടൈപ്പ് ഉണ്ട്. ടൈപ്സ് ഓഫ് പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. ടൈപ്സ് ഓഫ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താ, അതിൽ ഫസ്റ്റ് വൺ ആണ് ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴുണ്ടാവുക, അത് ആക്ച്വലി ഒരു ബേസിനെ നമ്മൾ എന്താ വേറൊരു ബേസായി സ്വിച്ച് ഓവർ ചെയ്യുമ്പോഴാണ് ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, അതാണ് ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തെ എന്താ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിൽ എന്താ, ഒരു ബേസ് എന്താ ആക്ച്വലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആഡ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ എന്താ ആ ഒരു ഫ്രെയിം തന്നെ DNA ഫ്രെയിം തന്നെ മാറും. ഇത് ആക്ച്വലി നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക, അടുത്ത ചാപ്റ്ററിൽ മോളിക്യൂൾസ് ഓഫ് ജെനറ്റിക്സ്, മോളിക്കുലർ പ്രിൻസിപ്പിൾസ് ഓഫ് ജെനറ്റിക്സ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു നോർമൽ DNA സീക്വൻസ് ഇതാന്ന് വിചാരിക്കാം. അതായത് AGTCGA. അപ്പൊ ഇതൊരു കൊഡോൺ 1 ആണ്. ഇത് നിങ്ങൾ കൊഡോൺ എന്താണെന്നൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. കൊഡോൺ 2. ഇനി ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഞാൻ ഇതിൽ ഈ സീനെടുത്ത് എന്ത് വേറൊരു അമിനോ ആസിഡ് വെച്ചു, അതായത് ബേസ്, അതായത് അപ്പൊ പുതിയ DNA സീക്വൻസ് എന്താ, AGT-AGA. ഇതാണ് മ്യൂട്ടേറ്റഡ് എന്താ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഞാൻ ചെയ്തത്, ഒന്നിനെയും ഡിലീറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനിൽ 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണാണ് ഇൻസേർഷൻ. ഇൻസേർഷൻ എന്ന് പറയുന്നത് എന്താ, ഞാൻ ഇതിന്റെ ഇടയിൽ എന്താ ഒരു ബേസും കൂടി ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഇതെന്താവും, ഞാൻ ത്രിയോണിൻ എന്ന് പറഞ്ഞ ബേസ് ആഡ് ചെയ്തു. അപ്പൊ അത് ആഡ് ചെയ്ത എന്തായിരിക്കും പുതിയത്, ATG ഒരു കൊഡോണാവും, പിന്നെ TCG വേറൊരു കൊഡോണാവും, ഇനി A ബാക്കിയുള്ളതായിട്ട് 3ാമത്തെ കൊഡോണാവും. സെക്കൻഡ് കൊഡോൺ, ദ ഫസ്റ്റ് കൊഡോൺ. ഓക്കെ, ഇതാണ് ഇൻസേർഷൻ. അപ്പൊ പുതിയ DNA സീക്വൻസ് ഉണ്ടായ. ഇനി ഡിലീഷൻ എന്താ, ഡിലീഷനിൽ ATCGA. ഇത് കൊഡോൺ 1, ഇത് കൊഡോൺ 2. കാരണം എന്താ, ഇതിന്ന് എന്താ ഞാൻ സീനെ മാറ്റി, ഈ സീനെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് എന്ത്, കുറച്ച് പോയിന്റ് മ്യൂട്ടേഷൻ. ഇനി വേറെ എക്സ്ട്രാ പോയിന്റ് എന്ന് പറയണത് എന്താ, ഓക്കെ, കൊളാബറേറ്റർ ജീൻസ്. കൊളാബറേറ്റർ ജീൻസ് എന്ന് പറയുന്നത് എന്താ, ഈ കൊളാബറേറ്റർ ജീൻസിൽ 2 ജീൻസിന്റെ കൊളാബറേഷൻസിൽ എന്താ സെപ്പറേറ്റ് ലോക്കായി, ഓൺ ദ പ്രസൻസ് ഓഫ് സെപ്പറേറ്റ് ലോക്കായി, പക്ഷെ സെയിം ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഇന്ററാക്ട് ചെയ്ത് എന്താ പുതിയൊരു ടോട്ടലി ന്യൂ ട്രേറ്റ് അല്ലെങ്കിൽ ഫീനോടൈപ്പ് ആണ് അവര് എന്താ പറയാ ഉണ്ടാക്കുക.
അപ്പൊ അതാണ് കൊലാബറേറ്റർ ജീൻസ്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് കൊലാബറേറ്റർ ജീൻസ്. ഇനി ലീത്തൽ ജീൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ടേ-സാക്സ് ഡിസീസ്. ടേ-സാക്സ് ഡിസീസിൽ കാണുന്ന ലീത്തൽ ജീനാണ് നമ്മളുടെ അതെന്താ, അത് ഡെത്ത്, ആ ഇൻഡിവിജ്വൽ റിസസീവ് ഫോമിൽ വരുമ്പോ അതിന്റെ ഡെത്ത് ഉണ്ടാക്കും അവർ. ഓക്കെ, അതാണ് ടേ-സാക്സ് ജീൻ. ഇനി 2 ടൈപ്പ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്നാൽ അത് ആക്ച്വലി എന്താ ഒരു മോണോജീനിക് ഇൻഹെറിറ്റൻസ്. അതിലെന്താ ഒരു ഡോമിനന്റ് എല്ലിയിലാണ് എന്ത് നമ്മളുടെ ആ കംപ്ലീറ്റ് ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം എന്താ 2 എല്ലിയിൽ എന്താ ആ ഫിനോടൈപ്പ് ചേഞ്ച് ചെയ്യുക. അപ്പൊ ഈ ഡോമിനന്റ് എല്ലിനെയാണ് നമ്മൾ എന്ത് പറയാ മോണോജീൻ. ഓക്കെ, ഇതാണ് ക്വാളിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താ, അതൊരു പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ഇതിൽ 2ൽ കൂടുതൽ ഡിഫറെന്റ് പെയർസ് ഓഫ് എല്ലീൽസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആണ് മറ്റെന്താ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെ ഗവേൺ ചെയ്യുക. ഓക്കെ, ഇതാണ് എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹ്യൂമൻ സ്കിൻ കളർ, പോളിജീനിക് ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ. ഇനി ഈ നമ്മളുടെ ഹെറിഡിറ്റി, ഈ ഹെറിഡിറ്റിയിൽ ഒരു പ്രീ മെന്റേലിയൻ വ്യൂ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതായത് വേപ്പർ ആൻഡ് ഫ്ലൂയിഡ് തിയറി. വേപ്പർ ആൻഡ് ഫ്ലൂയിഡ് തിയറി ആക്ച്വലി നമ്മളുടെ ഗ്രീക്ക് ഫിലോസഫർ പൈത്തഗോറസ് ആണ് പ്രൊപ്പോസ് ചെയ്തത്. അതായത് അത് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് കുറച്ച് മോയിസ്റ്റ് വേപ്പർ എപ്പോഴും പോകും. അപ്പൊ അത് കാരണം എന്താ ഈ നെർവ്സും ഓൾ ദ പാർട്സ് ഓഫ് ബോഡി ഡ്യൂറിങ് കോയിറ്റസ്, അതായത് കോയിറ്റസിന്റെ സമയത്ത് നമ്മളുടെ എന്താ ബ്രെയിനിൽ നിന്ന് കുറച്ച് മോയിസ്റ്റ് വേപ്പർ പോവും. അപ്പൊ ഈ വേപ്പറിലാണ് നമ്മൾ എന്താ പറയാ ഓഫ് സ്പ്രിംഗ് എന്താ സിമിലാരിറ്റി കാണിക്കുന്ന മെയിൽ പാരന്റ്സ് കൊണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ വേവ് തിയറീസ് ആണ്. സിമൻ തിയറി ഉണ്ട്. സിമൻ തിയറി അത് എംപെഡോക്കിൾസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ഫിലോസഫർ സജസ്റ്റ് ചെയ്ത് എന്താ ഈ പാരന്റ്സ് എന്താ 2 പാരന്റ്സും സിമൻ പ്രൊഡ്യൂസ് ചെയ്യും വേരിയസ് ബോഡി പാർട്സ്. അപ്പൊ ഈ സിമെന്റ്സ് 2 കൂടി മിക്സ് ആകുമ്പോഴാണ് ന്യൂ ഇൻഡിവിജ്വൽ ഉണ്ടാവുക. അതായത് മെയിലും ഫീമെയിലും സിമൻ ഉണ്ടെന്നാണ് പറയുന്നത്. വന്ന് പറഞ്ഞിരുന്ന പക്ഷെ അത് നമുക്ക് പറയാതെ തെറ്റാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രീ മെന്റേലിയൻ വ്യൂ പോയിന്റ്സ് ആണത്. സിമൻ തിയറിയായി, വേപ്പർ ആൻഡ് ഫ്ലൂയിഡ് തിയറിയായി, പിന്നെ ഒരു പെർഫോമേഷൻ തിയറി. പെർഫോമേഷൻ തിയറി എന്ന് പറയുന്നത് നമ്മളുടെ ആന്റോൺ വാൻ ലീവൻ ഹോക്കാണ് നമ്മളുടെ ഹ്യൂമൻ സ്പേംസിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. അപ്പൊ ഈ തിയറി അനുസരിച്ച് എന്താ ഒരു സെക്സിൽ തന്നെ ഗ്യാമീറ്റ് ആണ് ഈ സ്പെർമും എഗ്ഗും. അത് ഈ എൻറ്റയർ ഓർഗാനിസത്തിൽ എന്താ ഒരു മിനിയേച്ചർ ഫോമിലാണ് കാണാം. ഈ മിനിയേച്ചർ ഫോമിനെയാണ് നമ്മൾ ഹോമൻകുലസ് എന്ന് പറയണത്. പിന്നെ എന്താ പാർട്ടിക്കുലേറ്റ് തിയറി ഉണ്ട്. പാർട്ടിക്കുലേറ്റ് തിയറിയിൽ മറ്റേ മോപ്പ് ട്യൂയിസ് പ്രപ്പോസ് ചെയ്ത എന്താ നമ്മളുടെ ഓരോ പാരന്റിന്റെയും ബോഡി എന്താ ഓരോ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് വീണ്ടും യുണൈറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ എന്ത് ഡോട്ടർ ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് പറയാം ആവശ്യമില്ലാത്ത തിയറികളാണ്, ഇപ്പൊ പഠിക്കുന്നു വേണ്ട. ഓക്കെ, ഇനി നമുക്ക് കൊഡോമിനൻസ് ഞാൻ പറഞ്ഞു, മെന്റൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പറഞ്ഞു, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ് എങ്ങനെയാന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നീറ്റിൽ ചോദിച്ചത് MCQs. Okay. Question number 1. Who is the father of genetics? Answer എന്താ Mendel. Second question എന്താ tendency of an offspring to resemble its parent. അതിനെന്താ നമ്മൾ പറയാ heredity. Third question എന്താ alternate form of a gene ആണ് നമ്മൾ എന്താ പറയാ allele. ഇനി ജീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ് എന്താ ഞാൻ കാണിച്ചിരുന്നു. മോണോഹൈബ്രിഡ് ക്രോസിൽ ജീനോട്ടിപ്പിക് റേഷ്യോ എപ്പോഴും എന്താ 1:2:1 പിന്നെ ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണെന്നും പറഞ്ഞു. ക്രോസിംഗ് ഓഫ് F1 ടു ഈദർ ഓഫ് ദ പാരന്റ്സ് അതിനെന്താ നമ്മൾ പറയാ ബാക്ക് ക്രോസ്. പക്ഷെ നമ്മളുടെ F1 ഒരു റെസസീവ് പാരന്റിനെ ക്രോസ് ചെയ്താൽ നമ്മൾ അതിനെന്ത് പറയും ടെസ്റ്റ് ക്രോസ് അല്ലെ. Question number 6. Which of the following statements is true regarding the law of segregation? Law of segregation നമുക്കറിയാം എന്താണ്. അപ്പൊ ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിലെന്താ ഫസ്റ്റ് segregation of factors is due to segregation of chromosomes during meiosis. കറക്റ്റ് അല്ലേ? അതായത് segregation
of factors is due to the segregation of chromosomes during meiosis. അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ എന്താ, ലോ ഓഫ് സെഗ്രിഗേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ജീൻസ്, അറിയാലോ. ഓക്കെ. മൂന്നാമത്തെ ആണ് എന്താ, alleles separate from each other during gametogenesis. അപ്പൊ ഇതെന്താ, ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് എന്താ കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ എന്താ, all of the above. പിന്നെ homozygosity and heterozygosity of an individual can be determined by ഓപ്ഷൻ എന്താ, ആൻസർ ടെസ്റ്റ് ക്രോസ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, കുറെ എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കുക. So that's all for today's class. Thank you.